ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം. ഈ കടൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കടലിനെ പറ്റിയുള്ള എന്തെങ്കിലും വീഡിയോ ആയിരിക്കും. അതെല്ലാം അടുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ഇതേതാ കടൽ തീരം എന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് ബീച്ച്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാട്ടൂൽ ബീച്ചിലാണ് കേട്ടോ. മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ അറിയില്ലേ, അതിൻ്റെ അടുത്തുള്ള ബീച്ച്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് മാത്രമേ ഈ ബീച്ചിലേക്കുള്ളൂ കേട്ടോ. ഇതങ്ങ് ദൂരെ കാണുന്നൊരു മല കണക്കത്തെ കണ്ട, അതാണ് ഏഴിമല. അതായത് ഏഴിമല നാവൽ അക്കാദമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏഴിമലയാണ് കേട്ടത്. അപ്പം ഞാൻ ഇവിടെ വന്നൊരു സാധനത്തിനൊക്കെ ഉണ്ട്. ആ സാധനം എന്നാണ് നിങ്ങൾക്കും കൂടി കാണിച്ചത് കേട്ടോ. നമ്മൾ വന്ന സമയത്തും തിരമാല കുറവായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരമാല വരാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ല, കണ്ട ഇവരിവിടെ ഇരിക്കുന്നുണ്ടാ. ഇവർ ഇരുന്നെടുക്കുന്നുണ്ടല്ലോ, കുണ്ടായിട്ടുണ്ടും തിരമാല പോയിട്ട്. ആ കുണ്ടിന്ന് കിട്ടിയ സാധനമാണ് ഈ സാധനം. ഇതെന്നാ നിങ്ങൾക്ക് മനസ്സിലായ? ഇതാണ് അളമ്പക്ക കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതിനെ അളമ്പക്ക എന്നാണ് കേട്ടോ പറയൽ. ഇവരായി ഇരുന്നിട്ട് കുണ്ടായി എടുക്കുന്ന നമുക്ക് കിട്ടുന്നതാണ്. ആദ്യം കുറച്ചേ കിട്ടിയുള്ളൂ, പിന്നെ ഇത് നല്ലോണം കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും വെറുതെ സമയമുണ്ടല്ലോ, കുറേ സമയം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് പൊറുക്കാമെന്ന് വിചാരിച്ച് പൊറുക്കിയിട്ട് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ വറവാക്കും. വറക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പൊറുക്കുന്നത്. വറവ് മാത്രമല്ല, കറിയിലും ആക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുഴയൊന്നും തോട്ടുന്നില്ല, ഇളമ്പൊക്കെ മാത്രമേ പൊറുക്കിയിട്ട് വറവാക്കിയിട്ടുള്ളൂ. കടലിന് ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം പൊറുക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കാരണം ഓരോ തിരമാല വന്നു പോകുന്നതിനനുസരിച്ച് ഇത് പൊറുക്കണം. അടുത്ത തിരമാല വരുമ്പോഴത്തേക്ക് അത് പോവും. അങ്ങനെ തിരമാലയായിട്ട് നമ്മൾ ഒരു യുദ്ധം തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൊറുക്കലും ആക്കലും എല്ലാം ആയിട്ട്. അപ്പോൾ തിരമാലേനെ തോപ്പിച്ചിട്ടാണ് നമ്മളിത് എടുക്കാൻ. കാണിച്ചത് ഞങ്ങൾക്ക്. ഇതാ കണ്ട, ഒരു തിരമാല പോകുന്ന കണ്ട ഇതിങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോവും. പിന്നെ അടുത്ത തിരമാല വരുമ്പോൾ അത് വീണ്ടും പൊന്തി വരും. തിരമാല പോകുന്നതിനനുസരിച്ച് താണു പോവുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളത് പൊറുക്കണം. ആദ്യം നമുക്ക് പൊറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് എക്സ്പീരിയൻസ് ആയി. ആ ഓടിപ്പോയി എടുക്കണം എന്നുള്ളൊരു ഇതിൽ പിന്നെ നമ്മൾ കുറേ പൊറുക്കാനും ആക്കാനെല്ലാം തുടങ്ങി. പിന്നെ പൊറുക്കി നമുക്ക് കുറച്ച് പാട് കിട്ടാൻ തുടങ്ങി. കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ആവേശം കൂടി വരുമായിരുന്നു കേട്ടോ. കുറേ പൊറുക്കുക ആക്കുക എന്നെല്ലാം ചെയ്യാമെന്ന് കണ്ടത്. ഇപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ പൊറുക്കാനെല്ലാം നോക്കി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പൊറുക്കാനും ഒന്നും കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം പൊറുക്കിയിട്ട് അവസാനം ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ദിവനെടുത്ത് എനിക്ക് കുറേ പൊറുക്കുന്നുണ്ട്. ഞാനത് പിന്നെ വീഡിയോ എടുക്കൊണ്ടോ എനിക്ക് പൊറുക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ എല്ലാം പൊറുക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു സ്റ്റാർ ഫിഷ് എന്നാന്ന് തോന്നുന്നു ഇതിന് പറയില്ല. എനിക്ക് ശരിക്കും അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോട്ടാ. ഇതാ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പൊറുക്കിയിട്ട് കിട്ടിയിട്ടില്ല ഇളമ്പക്ക കേട്ടാ. കണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുണ്ടല്ലേ. അതിൻ്റെ തോട് കാണാൻ തന്നെ ഓരോ കളറിലായിട്ട്. നമ്മൾ കടലിൽ നിന്നുള്ള ഇളമ്പക്ക ആദ്യമായിട്ടാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. നമ്മൾ അതിന് മുന്നേ തോട്ടൊന്നും പുഴയെന്നാലും ഉള്ളത് പൊറുക്കിയിട്ട് നമ്മൾ വെക്കലുണ്ട്. ഇത് ആദ്യമായിട്ട് നമ്മൾ കടലിൽ നിന്ന് പൊറുക്കിയിട്ട് ഇളമ്പക്ക കറി വെക്കാൻ പോകുന്നത് കേട്ടാ. ഇത് നമ്മൾ എങ്ങനെയാണ് വെക്കലെന്ന് വെച്ചാൽ ഇതിപ്പോൾ കഴുകും. ഞാൻ പറഞ്ഞല്ലോ, പൂഴി ഉണ്ടാവും കടലിനായതുകൊണ്ട്. എന്നിട്ട് പൂങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി എടുത്തിട്ടാണ് ഇതാക്കുക. തോടുന്ന ഇറച്ചി വേറെ തന്നെ ആക്കിയിട്ട് അത് നമ്മൾ വറവാക്കുക ചെയ്യുക. ചിലർ കറി വെക്കുകയും ചെയ്യും. നമുക്ക് പക്ഷേ ഇവിടെ വറവാക്കിയിട്ടാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വറുത്താലുണ്ടാവുക. കാണാനും നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അതേപോലെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.